നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. ഈ പാസ്പോർട്ട് സംവിധാനം ഉടൻ നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കോട്ടയത്തിന് പുതുവത്സര സമ്മാനമായി പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം തുറന്നു. കോട്ടയം നഗരത്തിൽ വഴിയോരങ്ങളിലെ അനധികൃത ഫ്ലെക്സ് ബോർഡുകളും കമാനങ്ങളും നീക്കി. നടപടി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വരും ദിവസങ്ങളിലും നടപടി തുടരുമെന്ന് നഗരസഭാ അധികൃതർ. വീണ വിജയന്റെ കമ്പനിക്കെതിരെ വരുന്ന കേന്ദ്ര അന്വേഷണത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതെന്ന് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. ഇന്റീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിലെ PV പിണറായി വിജയനെന്നും ഷോൺ ജോർജ്. വാർത്തകൾ വിശദമായി. ഈ പാസ്പോർട്ട് സംവിധാനം ഉടൻ നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കോട്ടയത്ത് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക സൗകര്യങ്ങളുമായി പാസ്പോർട്ട് സേവാ കേന്ദ്രം കോട്ടയത്ത് പ്രവർത്തനം ആരംഭിച്ചു. 11 മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പുതിയ സേവാ കേന്ദ്രം തുറന്നത്. പാസ്പോർട്ട് സേവാ കേന്ദ്രം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഈ പാസ്പോർട്ട് സംവിധാനം ഉടൻ നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. സുതാര്യവും വേഗതയേറിയതുമായ പാസ്പോർട്ട് സേവനം ലഭ്യമാക്കാൻ വിദേശകാര്യ മന്ത്രാലയം പ്രയത്നിക്കുകയാണ്. ഈ പാസ്പോർട്ട് വരുന്നതോടെ വ്യാജ പാസ്പോർട്ട് കുറയുമെന്നും മന്ത്രി പറഞ്ഞു. ഈ പാസ്പോർട്ട് സംവിധാനം അതുൾപ്പെടെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പുതിയ സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഈ ഇപ്പോഴത്തെ പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഔപചാരികമായിട്ട് ഇത് രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നത് ഏതാനും ഒരുപക്ഷെ മാസങ്ങൾക്കുള്ളിൽ ഉണ്ടാകും എന്നുള്ള ഒരു ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ പാസ്പോർട്ട് സംവിധാനം ഈ രണ്ടാം പതിപ്പിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ വ്യാജ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ളത് എല്ലാം ഇല്ലാതാക്കാൻ, ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പാസ്പോർട്ട് കേന്ദ്രം പ്രവർത്തനം നിർത്തിയ അന്നു മുതൽ നടത്തിയ പോരാട്ടത്തിന് ഫലം കണ്ടെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച തോമസ് ചാഴികാടൻ MP പറഞ്ഞു. പലതവണ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചു. ബഹുമാനായ നമ്മുടെ ഇപ്പോഴത്തെ ഉദ്ഘാടകൻ വിദേശകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള സഹമന്ത്രിയായിട്ടുള്ള ബഹുമാനായ ശ്രീ വി മുരളീധരനെ കണ്ട് ഈ കാര്യം ഉന്നയിച്ചു. അദ്ദേഹവും പറഞ്ഞു, പേടിക്കേണ്ട, എത്രയും വേഗം അത് പുനഃസ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന്. ജോസ് കെ മാണി MP, MLA-മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മോൻസ് ജോസഫ്, മാണി C കാപ്പൻ, റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ TR മിഥുൻ, ഡെപ്യൂട്ടി പാസ്പോർട്ട് ഓഫീസർ ഭാനുലാലി എന്നിവർ പ്രസംഗിച്ചു. പാസ്പോർട്ട് കേന്ദ്രത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലോഗോ പ്രകാശനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിന് സമീപം PWD റെസ്റ്റ് ഹൌസിന് എതിർവശത്ത് ഒലീവ് ബിൽഡിംഗിലാണ് പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ 1ഉം 2ഉം നിലകളിലായി 14,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് പുതിയ ഓഫീസ് പ്രവർത്തിക്കുന്നത്. സ്ഥാപനത്തിന്റെ നടത്തിപ്പ് ചുമതല ടാറ്റ കൺസൾട്ടൻസി സർവീസിനാണ്. കമ്പ്യൂട്ടറുകൾ, അതിവേഗ ഇന്റർനെറ്റ് എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. ഓഫീസിൽ എത്തുന്നവർക്ക് പാർക്കിംഗ്, ഇരിപ്പിട സൗകര്യം എന്നിവയുമുണ്ട്. ഒരാൾക്ക് 35 മിനിറ്റിനകം സേവനം പൂർത്തിയാക്കി ഓഫീസിൽ നിന്നും മടങ്ങാനാകും. അപേക്ഷകർക്ക് 3 സെക്ഷനുകളിലായാണ് സേവനം ഒരുക്കിയിട്ടുള്ളത്. വിശാലമായ ഹാൾ, ഫോട്ടോസ്റ്റാറ്റ് സൗകര്യം, രേഖകൾ പരിശോധിക്കാൻ കൗണ്ടറുകൾ, ATM കൗണ്ടർ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നഗരത്തിൽ അനധികൃതമായി വഴിയോരങ്ങളിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളും കമാനങ്ങളും നീക്കം ചെയ്തു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് കോട്ടയം നഗരസഭയുടെ നേതൃത്വത്തിൽ ഇവ നീക്കം ചെയ്തത്. ഗതാഗത തിരക്കേറിയ കോട്ടയം ടൗണിൽ വാഹനയാത്രക്കാരുടെ കാഴ്ച മറയ്ക്കും വിധം സ്ഥാപിച്ചിരുന്ന വിവിധ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്തു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. കോട്ടയം നഗരസഭാ പരിധിയിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചാണ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്ന ഫ്ലെക്സ് ബോർഡുകളും കമാനങ്ങളും അനുമതിയില്ലാതെ സ്ഥാപിച്ച മറ്റ് പരസ്യ ബോർഡുകളും നീക്കം ചെയ്യുവാൻ നടപടിയെടുത്തത്. കോട്ടയം നഗരസഭ, റവന്യൂ, ഹെൽത്ത്, പൊതുമരാമത്ത് വകുപ്പ്, പോലീസ് എന്നിവയുടെ പ്രതിനിധികൾ അടങ്ങുന്ന പ്രത്യേക സ്ക്വാഡ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. നഗരസഭാ കാര്യാലയത്തിന് സമീപം സെൻട്രൽ ജംഗ്ഷൻ, TB റോഡ്, KSRTC, കോടിമത റോഡിലെ നിരവധി ഫ്ലെക്സുകൾ, പരസ്യ ബോർഡുകളും നീക്കം ചെയ്തു. വരും ദിവസങ്ങളിലും നടപടി തുടരുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വീണ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണം വരുമെന്ന് മുൻകൂട്ടി കണ്ട് ശ്രദ്ധ തിരിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതെന്ന് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. ഇന്റീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന PV പിണറായി വിജയൻ തന്നെയാണെന്നും ഷോൺ ജോർജ് കോട്ടയത്ത് പറഞ്ഞു.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സോലോജിക് കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണം വരുമെന്ന് മുൻകൂട്ടി കണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും കേരള ജനപക്ഷം നേതാവുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കോട്ടയത്ത് പറഞ്ഞു. ബുധനാഴ്ച അന്വേഷണ ഉത്തരവ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് മാധ്യമശ്രദ്ധ തിരിക്കുകയായിരുന്നു ലക്ഷ്യം. വെറും മാസപ്പടി വിവാദത്തിൽ ഒതുങ്ങുന്നതുമല്ല എക്സോലോജിക്കും CMRLുമായുള്ള ബന്ധം. സംസ്ഥാനത്തിന്റെ തീരദേശങ്ങളെ വിൽപ്പനച്ചരക്കുകളാക്കി മാറ്റി മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് അടക്കം പങ്കാളിത്തമുള്ള കമ്പനിയുമായി 40,000 കോടി രൂപയിലധികം വരുന്ന ഇടപാടുകളാണിതെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. എക്സോലോജിക്കിനെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ പരാതി നൽകിയിട്ടുള്ളത് താൻ മാത്രമാണെന്നും ഷോൺ ജോർജ് കോട്ടയത്ത് പ്രസ് ക്ലബിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CMRLുമായി ബന്ധപ്പെട്ട് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന PV പിണറായി വിജയൻ തന്നെയാണെന്നും ഷോൺ ജോർജ് കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ആകപ്പാടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ള ഒരു ഒറ്റ പ്രതികരണം ഉണ്ടായിട്ടുള്ളൂ. ആ PV ഞാനല്ല. എന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, CMRL അഴിമതിയുമായി ബന്ധപ്പെട്ട്, മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പരാമർശിച്ചിട്ടുള്ള PV അത് പിണറായി വിജയൻ തന്നെയാണ്. ആ PV പിണറായി വിജയൻ തന്നെയാണ്. എക്സാലോജിക്കുമായുള്ള കേസിൽ പരാതി നൽകിയ പലരും ആത്മഹത്യ ചെയ്തതായി കേട്ടു. പക്ഷേ താൻ എന്തായാലും ആത്മഹത്യ ചെയ്തില്ലെന്നും ഇനി തനിക്ക് ജീവഹാനി വന്നാലും ഈ കേസുമായി മുന്നോട്ടു പോകാൻ 5 പേരെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം ശ്രേയസ് പബ്ലിക് സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപന സമ്മേളനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. പൊൻകുന്നം ശ്രേയസ് പബ്ലിക് സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. തരംഗ് 2K24 എന്ന പേരിലാണ് രജത ജൂബിലി ആഘോഷങ്ങൾ നടന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വാമി വിവേകാനന്ദന്റെ ആശയങ്ങൾക്കും ജീവിതത്തിനും സമൂഹത്തിലുള്ള പങ്ക് വലുതാണെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. യഥോധർമ്മസ്തോ ജയ എന്ന സന്ദേശത്തിന് ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തിയുണ്ടെന്നും PS ശ്രീധരൻപിള്ള കൂട്ടിച്ചേർത്തു. ഗാന്ധാരി പറഞ്ഞത്, എൻ്റെ മോനെ നീ ജയിച്ചു വരിക എന്നല്ല, നിന്റെ ജീവനും എല്ലാം രക്ഷിക്കട്ടെ, നീ ജയിക്കട്ടെ എന്നല്ല പറഞ്ഞത്, യഥോ ധർമ്മ സ്തോ ജയ. അതുകൊണ്ട് ആ സുപ്രീം കോടതിയുടെ നമ്മുടെ ആത്യന്തികമായ എല്ലാ നീതിയും പകർന്നു നൽകുന്ന സുപ്രീം കോടതിയുടെ മോട്ടോ ആയി അവിടെ രൂപകൽപ്പന ചെയ്തിട്ട് പ്രദർശിപ്പിച്ചിട്ടുള്ളതും അതിൻ്റെ രേഖകളിലെല്ലാം കാണുന്നതും യഥോ ധർമ്മ സ്തോ ജയ എന്നാണ്. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ J പ്രമീളാദേവി, P രവീന്ദ്രൻ, KG രതീഷ്, അഡ്വക്കേറ്റ് MS മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഭക്തിയും പ്രൗഢിയും വിളംബരം ചെയ്ത് മീനച്ചിൽ ഹിന്ദു മഹാസംഗമത്തിന് പാലായിൽ തുടക്കമായി. VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പ്രൗഢി വിളംബരം ചെയ്ത മഹാശോഭയാത്രയോടെ 31ാമത് മീനച്ചിൽ നദീതട ഹിന്ദു മഹാസംഗമത്തിന് തുടക്കം. ചെത്തിമറ്റം പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ശോഭയാത്രയ്ക്ക് വിവിധ വാദ്യമേളങ്ങൾ, ഭജന സംഘങ്ങൾ, ഗോപികാനൃത്തം, അമ്മൻകുടം, കരകാട്ടം, ആട്ടക്കാവടി, കൊട്ടക്കാവടി, സംഗമ നഗരിയിൽ സ്ഥാപിക്കാനുള്ള ശ്രീരാമ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള രഥം എന്നിവ മാറ്റുകൂട്ടി. മഹാശോഭയാത്ര വെള്ളാപ്പാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ രാമകൃഷ്ണാനന്ദ സ്വാമി നഗറിൽ എത്തിയതോടെ അരുണാപുരം ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി വീതസംഗാനന്ദ മഹാരാജ് ഹിന്ദു സംഗമ പതാക ഉയർത്തി. തുടർന്ന് ഹിന്ദു മഹാസംഗമ പരിപാടികൾ VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 3-4 വർഷം കൊണ്ട് ആ ഗ്രാമം മുഴുവൻ ജലസമൃദ്ധമായി മാറി. അപ്പോഴാണ് എല്ലാവർക്കും വിശ്വാസം വന്നത്, ശരിയാണ്, നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നതാണ്. ഹിന്ദു മഹാസംഗമം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് അധ്യക്ഷനായി. പ്രബുദ്ധ കേരളം പത്രാധിപർ സ്വാമി നന്ദാത്മജാനന്ദ മഹാരാജ് വിവേകാനന്ദ സന്ദേശം നൽകി.
CA ശശിധരൻ നായർ രചിച്ച ഹിമാലയ യാത്രാ സ്മരണകൾ എന്ന പുസ്തകം അദ്ദേഹം പരിചയപ്പെടുത്തി. സ്വാമി വീതസംഗാനന്ദ മഹാരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം കൈപ്പുഴയിൽ ആൾതാമസമില്ലാത്ത വീടിന്റെ കാർപോർച്ചിൽ നിന്നും അനധികൃത മദ്യശേഖരം പോലീസ് കണ്ടെത്തി. കൈപ്പുഴ കൂട്ടാമ്പുറം പള്ളിക്കവല മേൽക്കാവ് റോഡിലെ 2 നില വീടിന്റെ കാർപോർച്ചിൽ നിന്നാണ് 140 കേസിൽ വിവിധ ബ്രാൻഡിലുള്ള അനധികൃത മദ്യശേഖരം പോലീസ് കണ്ടെത്തിയത്. 1500 കുപ്പികൾ വരും. പോണ്ടിച്ചേരിയിൽ നിന്നും എത്തിച്ച മദ്യ കേസുകളാണ് കണ്ടെത്തിയത്. പാലാ കടപ്പാട്ടൂർ ബൈപ്പാസിൽ നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ് കാർ യാത്രികന് പരിക്കേറ്റു. കാഞ്ഞിരപ്പള്ളി ആനക്കൽ സ്വദേശി മനോജ് മാത്യുവിനാണ് പരിക്കേറ്റത്. പാലാ കടപ്പാട്ടൂർ ബൈപ്പാസിൽ നിയന്ത്രണം വിട്ട കാർ റോഡിന് താഴേക്ക് മറിഞ്ഞ് യാത്രക്കാരന് പരിക്കേറ്റു. കാഞ്ഞിരപ്പള്ളി ആനക്കല്ല് സ്വദേശി മനോജ് മാത്യുവിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 8:30യോടെയായിരുന്നു അപകടം. 12-ാം മൈൽ ഭാഗത്തേക്ക് പോയ കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റും തകർത്ത് താഴേക്ക് മറിയുകയായിരുന്നു. കണ്ണൂർ തോട്ടട ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ജീവനക്കാരനാണ് മനോജ്. കാറിന്റെ മുൻഭാഗം അപകടത്തിൽ പൂർണ്ണമായി തകർന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. മാലിന്യ സംഭരണ കേന്ദ്രം കൃഷിസ്ഥലമാക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾ. പാലാ നഗരസഭയുടെ കീഴിലുള്ള കാനാട്ടുപാറയിൽ 2.5 ഏക്കർ സ്ഥലത്ത് കപ്പ കൃഷി ചെയ്ത് വിളവെടുത്തു. മാലിന്യ സംഭരണ കേന്ദ്രം കൃഷിസ്ഥലമാക്കി മാറ്റി തൊഴിലുറപ്പ് തൊഴിലാളികൾ. പാലാ നഗരസഭ 5-ാം വാർഡ് കാനാട്ടുപാറയിൽ പാലാ നഗരസഭയുടെ പഴയ ഖരമാലിന്യ സംസ്കരണശാലയും മാലിന്യ സംഭരണ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൃഷിസ്ഥലമാക്കി മാറ്റിയത്. 2.5 ഏക്കർ സ്ഥലത്ത് കപ്പ കൃഷിയാണ് നടത്തിയത്. 3500ഓളം മൂട് കപ്പ കൃഷി ചെയ്തു. തൊഴിലുറപ്പ് ഫണ്ട് ഉപയോഗിച്ചായിരുന്നു കൃഷി ചെലവുകൾ നടത്തിയത്. കപ്പ കൃഷിയുടെ വിളവെടുപ്പ് നഗരസഭാ ചെയർപേഴ്സൺ ജോസിൻ ബിനോ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പാലാ നഗരസഭയിൽ 5-ാം വാർഡിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഇത്ര 3.5 ഏക്കർ സ്ഥലം വെറുതെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ 1000 മൂട് കപ്പ നട്ടു. ഏകദേശം 1 ലക്ഷം രൂപയോളം നമുക്ക് കിട്ടി. ഈ വർഷം വന്നാൽ നമ്മുടെ തൊഴിലുറപ്പുകാരും എല്ലാവരും കൂടെ പണിത് നമ്മുടെ ജിഞ്ചുവും അജിത്തും എല്ലാവരും നേതൃത്വം വഹിച്ചുകൊണ്ട് തന്നെ 3500 കപ്പ നട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് 1 ലക്ഷം രൂപയോളം കിട്ടി. ഈ വർഷം വളരെ നന്നായിട്ട് നല്ലതായി തന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഇരട്ടിയില്ല, അതിലും ഇരട്ടി. ഇവിടെ 1000 ആണെങ്കിൽ ഇപ്പോൾ 3500 കൃഷി ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവരുടെ കഷ്ടപ്പാട് ഒരുപാടാണ്. നേതൃത്വം നൽകിയ നമ്മുടെ അജിത്തിനും ജിഞ്ചുനും നന്ദി പറയുന്നു. നമ്മുടെ തൊഴിലുറപ്പുകാർ ഇതെല്ലാം വെയിലുള്ള സ്ഥലമാണ്, കറണ്ട് കമ്പിയൊക്കെ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചൂടും അവസ്ഥ എല്ലാം ഉണ്ട്. എല്ലാ സമയത്തും ഇവിടെ കൃഷി ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. നഗരസഭാ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും തൊഴിലുറപ്പ് തൊഴിലാളികളും പ്രദേശവാസികളും പങ്കെടുത്തു. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങളും ഉദ്യോഗസ്ഥരായ ജിഞ്ചുറാണി, അജിത് കുമാർ എന്നിവരും നേതൃത്വം നൽകി. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് മാലിന്യ സംഭരണം ഒഴിവാക്കി സ്ഥലം തൊഴിലുറപ്പ് തൊഴിലാളികൾ കൃഷിസ്ഥലമാക്കി മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. ദളിത് ക്രൈസ്തവർക്ക് PSC ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ സംവരണം ആവശ്യപ്പെട്ട് CSDS പ്രക്ഷോഭം ആരംഭിക്കുന്നു. ജനുവരി 15-ന് ഇടുക്കി ജില്ലയിലെ ഏലപ്പാറയിൽ നിന്നും രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന ജാഥ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലാണ് ജാഥ ആദ്യഘട്ട പര്യടനം നടത്തുന്നതെന്ന് CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ്, ജനറൽ സെക്രട്ടറി സുനിൽ K തങ്കപ്പൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യാതൊരു തെളിവുകളും ഹാജരാക്കാൻ അന്നത്തെ ഗവൺമെന്റുകൾ കഴിയാത്തതുകൊണ്ട് ഈ ഓർഡർ ശരിവെക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകാതെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തമിഴ്നാട്, ആന്ധ്ര, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അവിടെ പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെതായ ഗുണഫലങ്ങൾ ലഭിക്കും. അപ്പോൾ പട്ടികജാതിക്കാരുടെ സംവരണത്തിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ സമരങ്ങൾ കഴിഞ്ഞ 50 വർഷമായി കേരളത്തിൽ നടക്കുക. അറിയിപ്പ്. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കോട്ടയം ജില്ലയിലെ തൊഴിൽ രഹിതരായ 18-നും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കായി ജനുവരി 18 മുതൽ 2 വീലർ മെക്കാനിക് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സൗജന്യ പരിശീലനത്തിനോടൊപ്പം ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും ലഭിക്കും. താൽപര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യുവാനായി ജനുവരി 16-ന് മുൻപായി 048123303307 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിന്റെ കോട്ടയം സെന്ററിൽ കെൽട്രോൺ സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 04812304031735611124 എന്നീ ഫോൺ നമ്പറുകളിലോ കെൽട്രോൺ നോളജ് സെന്റർ നാഗമ്പടം കോട്ടയം എന്ന വിലാസത്തിലോ ബന്ധപ്പെടുക.
കോട്ടയം VMKD സംഘടിപ്പിക്കുന്ന 4ാമത് ഓൺലൈൻ ക്രിസ്മസ് കരോൾ സംഘഗാന മത്സരത്തിലേക്ക് ഈ മാസം 20 വരെ എൻട്രികൾ സമർപ്പിക്കാം. ദേവാലയ ഗായക സംഘങ്ങൾ, ക്വയർ ഗ്രൂപ്പുകൾ, സ്കൂൾ കോളേജ് ഗായക സംഘങ്ങൾ എന്നിവർക്ക് പങ്കെടുക്കാം. ഫോൺ 9446346226. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈ പാസ്പോർട്ട് സംവിധാനം ഉടൻ നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കോട്ടയത്തിന് പുതുവത്സര സമ്മാനമായി പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം തുറന്നു. കോട്ടയം നഗരത്തിൽ വഴിയോരങ്ങളിലെ അനധികൃത ഫ്ലെക്സ് ബോർഡുകളും കമാനങ്ങളും നീക്കി. നടപടി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വരും ദിവസങ്ങളിലും നടപടി തുടരുമെന്ന് നഗരസഭാ അധികൃതർ. വീണ വിജയന്റെ കമ്പനിക്കെതിരെ വരുന്ന കേന്ദ്ര അന്വേഷണത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതെന്ന് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. ഇന്റീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിലെ PV പിണറായി വിജയനെന്നും ഷോൺ ജോർജ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.